വൃക്കകളെ ബാധിക്കുന്ന അർബുദവും ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ചാണ് ഫാമിലി ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ക്യാൻസർ രോഗബാധ വളരെ വ്യാപകമാകുന്ന ഒരു സംസ്ഥാനത്ത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ കാർത്തി AP ആണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ വരുന്നത്. ഓവർ ടു ഡോക്ടർ കാർത്തി. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഒരു ബുദ്ധിമുട്ടും വേറെ ഉണ്ടാവില്ല, നമുക്ക് ഒരു അസുഖവും ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഹെൽത്ത് ചെക്കപ്പിന് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും കാണുന്നത് കിഡ്നിയിലൊരു മുഴ, അതായത് കിഡ്നിയിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ളൊരു ഗ്രോത്ത്. അപ്പോൾ അത് വളരെയധികം ആൾക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പണ്ട് പറയുമായിരുന്നു നമുക്ക് ഈ സൈഡിൽ വേദന അല്ലെങ്കിൽ മൂത്രത്തിൽ ചോരയൊക്കെ ഉണ്ടാവും ഇങ്ങനെ വരുമ്പോഴെന്ന്. എല്ലാവരുടെയും ഒരു വിശ്വാസം തന്നെ അങ്ങനെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു ലക്ഷണവും ഇല്ലാണ്ട് തന്നെ കിഡ്നിയിൽ വരുന്ന ട്യൂമർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ, റുട്ടീൻ ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ കണ്ടു എന്ന് പറഞ്ഞ് രോഗി വരുവാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായിട്ട് നമുക്കിത് ശരിക്കും ക്യാൻസർ പോലത്തെ ഒരു മുഴയാണോ എന്നറിയാം. അതിനായിട്ട് CT സ്കാൻ എടുക്കുക. CT സ്കാൻ വെച്ചിട്ട് നമുക്കതിൻ്റെ എന്തൊക്കെയാണ്, എവിടെയാണ്, എത്ര സൈസുണ്ട്, അത് ക്യാൻസർ സംബന്ധമായ മുഴയാണോ എന്നൊക്കെ ഉള്ളൊരു ഏകദേശം ഐഡിയ കിട്ടും. കിഡ്നിയിൽ വരുന്ന ഇതുപോലെ ക്യാൻസർ സംബന്ധമായ മുഴകൾക്ക് നമുക്ക് മറ്റ് മരുന്നുകളോ കീമോ റേഡിയേഷനോ ഒന്നും കൊണ്ട് പ്രത്യേകിച്ചൊരു ഇഫക്റ്റ് ഉണ്ടാവില്ല. സർജറിയാണ് എപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതിൽ ചില കേസിൽ നമുക്ക് ആ ട്യൂമർ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത കേസ് ഇപ്പം ഒരു 7-8 സെൻറ്റിമീറ്ററൊക്കെ ഗ്രോത്ത് ഉള്ള ഒരു മുഴയായിട്ടാണ് വരുന്നതെങ്കിൽ കിഡ്നി മുഴുവനായിട്ട് ആ ഗ്രോത്തോടു കൂടി നീക്കം ചെയ്യേണ്ടി വരാം. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കിഡ്നിയിൽ ആ മുഴ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ കിഡ്നി നീക്കം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റെസ്പോൺസാണ് പേഷ്യൻറ്റിന് ഉണ്ടാവുക. അതായത് പിന്നീട് നമ്മൾ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതിയാവും. മിക്കുള്ള കേസുകളിലും ഒരു കീമോയോ റേഡിയേഷനോ ഒന്നിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അത്ര നല്ല റെസ്പോൺസാണ്. പക്ഷേ പലരും മടിക്കും, അയ്യോ ഇതിപ്പം സർജറി കിഡ്നി നീക്കം ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ കിഡ്നിയിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി, ട്രീറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.